ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലൂടെ UAEയിലെ നോൾ കാർഡ്സ് എത്ര വിധത്തിലുണ്ട് എന്ന് നോക്കാം. പ്രധാനമായും 4 തരത്തിലാണ് നോൾ കാർഡ്സ് കാണപ്പെടുന്നത്. അതിൽ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന നോൾ കാർഡ് സിൽവർ കളർ ഉള്ളതാണ്. ദുബായിലെ എല്ലാ RTA പൊതുഗതാഗത മാർഗങ്ങളിലും ഇത് ഉപയോഗിക്കാം. 25 ദിർഹംസാണ് ഇതിൻ്റെ വില. അതിൽ 19 ദിർഹംസ് കാർഡിൽ ക്രെഡിറ്റ് എമൗണ്ടായി ഉണ്ടായിരിക്കുന്നതാണ്. പിന്നീട് ആവശ്യാനുസരണം റീചാർജ് ചെയ്യാവുന്നതുമാണ്. 5 വർഷമാണ് ഈ കാർഡിൻ്റെ കാലാവധി. ഗോൾഡ് കളർ നോൾ കാർഡാണ് രണ്ടാമത്തെ വിഭാഗം. സിൽവർ കാർഡിൻ്റെ എല്ലാ സൗകര്യങ്ങളോടൊപ്പം ഗോൾഡ് ക്ലാസ് കോച്ചുകളിൽ പ്രവേശനം ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സിൽവർ കാർഡിൽ മിനിമം ചാർജ് 3 ദിർഹംസാണ്. എന്നാൽ 6 ദിർഹംസാണ് ഗോൾഡ് കാർഡിൻ്റെ മിനിമം ചാർജ്. അടുത്ത വിഭാഗമാണ് ബ്ലൂ കാർഡ്. പേഴ്സണൽ കാർഡ് എന്നും ഇത് അറിയപ്പെടുന്നു. ഇതിന് സിൽവർ ഗോൾഡ് കാർഡുകളേക്കാൾ കൂടുതൽ ഇളവുകൾ ഉണ്ട്. എമിറേറ്റ്സ് ഐഡിയുമായി ബന്ധിപ്പിച്ചാൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. കാർഡ് നഷ്ടപ്പെടുകയോ മോഷ്ടിക്കുകയോ ചെയ്താൽ അതിലെ ബാലൻസ് റിക്കവർ ചെയ്യാൻ സാധിക്കും. മറ്റു കാർഡുകളിൽ ഇല്ലാത്തൊരു പ്രത്യേകതയാണിത്. വിദ്യാർത്ഥികൾ, മുതിർന്ന പൗരന്മാർ, പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നീ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഗണ്യമായ ഇളവുകൾ ഈ കാർഡിൽ ലഭിക്കുന്നു. 70 ദിർഹംസാണ് ഈ കാർഡിൻ്റെ വില. അതിൽ 20 ദിർഹംസ് ക്രെഡിറ്റ് എമൗണ്ടായി കാർഡിലുണ്ടായിരിക്കും. ചുവന്ന നിറത്തിലുള്ള ഈ പേപ്പർ ടിക്കറ്റാണ് അടുത്ത വിഭാഗം. പൊതുഗതാഗതത്തിൽ റയറായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റു നോൾ കാർഡ് മറന്നു പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്തോ മെട്രോ സ്റ്റേഷനിൽ ഒറ്റപ്പെടുന്നവർക്ക് ഇത് വാങ്ങാവുന്നതാണ്. ഒരു സമയം ഒരൊറ്റ ഗതാഗത മാർഗത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കൂ. അതായത് മെട്രോയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ബസ്സിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. 1 ദിവസം മുതൽ 10 ദിവസത്തേക്ക് വരെയുള്ള പാസുകളായി ഇത് ഉപയോഗിക്കാം. അതിനനുസരിച്ച് വാങ്ങുമ്പോൾ റീചാർജ് ചെയ്താൽ മതി. 2 ദിർഹംസാണ് ഈ കാർഡിൻ്റെ വില. പിന്നീട് യാത്രയ്ക്കനുസരിച്ച് റീചാർജ് ചെയ്യേണ്ടതാണ്.